ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തെങ്ങിൻ്റെ കൂമ്പ് വെച്ചിട്ടുള്ള ഒരു ലേഹ്യം ഉണ്ടാക്കുന്നതാണ്. ലേഹ്യമല്ല, അലുവ പോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അമ്മ ഓൾറെഡി എടുത്ത് അരച്ചിട്ടുണ്ടായിരുന്നു ഈ വെളുത്ത കൂമ്പിരിക്കുന്നത്. അപ്പോൾ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒന്നുകൂടെ എടുത്ത് കാണിച്ചത്. അങ്ങനെ ഇതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ അരച്ച് വെച്ചു. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ശർക്കരപ്പാനി ഒഴിക്കണം. സത്യം പറഞ്ഞാൽ ശർക്കരപ്പാനി അല്ല വേണ്ടുന്നത്, നമുക്ക് കരിപ്പോട്ടിയാണ് വേണ്ടുന്നത്. കരിപ്പോട്ടി പിന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ശർക്കരപ്പാനി എടുത്തത്. ഒരു 250 ഗ്രാം ഒരു വലിയ ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. അത് അരിഞ്ഞിട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ അലിയിക്കാൻ വേണ്ടിയിട്ട് വെച്ചു, ശർക്കരപ്പാനി എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഈ അരച്ച സാധനങ്ങളെല്ലാം കൂടെ അടപ്പേ വെച്ചിട്ട് എല്ലാ സാധനവും ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ തേങ്ങാപ്പാലായിട്ട് എടുത്തിട്ടുള്ളൂ. ഒന്നാം പാൽ ഇത് തന്നെയാണ്. അതിനകത്ത് ഇച്ചിരി നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു തേങ്ങാപ്പാൽ എടുത്തേക്കുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചേക്കുന്ന ശർക്കര ലായനിയും കൂടെ ആഡ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഈ തേങ്ങാക്കൂമ്പ് കൊണ്ടുള്ള ഈ ലേഹ്യോ അല്ലെങ്കിൽ അലുവ എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിതിനകത്ത് കൂടുതലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവേദന അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്യും. പിന്നെ പ്രസവിച്ചവർക്കും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇതിങ്ങനെ ഇരുന്ന് പറ്റണം. പറ്റി നല്ല രീതിയിൽ പറ്റിയാലേ ഒക്കത്തുള്ളൂ. ഏകദേശം കുറച്ച് പറ്റിയായിരുന്നു, കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും നേരം വീഡിയോ ഓൺ ചെയ്ത് വെച്ചില്ല. പറ്റി കഴിയുമ്പോഴത്തേന് നമ്മൾ ഒരു അലുവ വരുന്ന പരുവില്ലേ, ആ ഒരു പരുവത്തിലേക്കാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നല്ല രീതിയിൽ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നല്ലതാണ്. കാരണം വെച്ചാൽ അലുവയ്ക്കകത്ത് നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കത്തില്ലേ, ഇതിന് നമ്മൾ നെയ്യ് ഒഴിച്ച് വിട്ട് വരുന്ന ഭാഗത്തിനാകണം. ഇതിങ്ങനെ തിളയ്ക്കുന്നുണ്ടായിരുന്നു, തിളച്ച് ദേഹത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ടായിരുന്നു. അലുവ കിട്ടുന്നത് പോലെ തന്നെ സെയിം രീതിയിൽ ഇതിലേക്ക് വിട്ട് വരണം. വിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻറ്റി കറക്റ്റ് ആവുന്നത്. നമ്മൾ ഒരു എത്ര മണിക്കാണ്, കുറേ നേരം ഒരു 2-2.5 മണിക്കൂർ എടുത്തിട്ടാണ് ഇതിലേക്കൊന്ന് കുറുകിയൊരു ഈ ലേഹ്യം പോലെ ആയിട്ട് വന്നത്. ലേഹ്യമല്ല, അലുവയുടെ ആ ഒരു കൺസിസ്റ്റൻസി വന്നത്. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ഒന്നായി കഴിഞ്ഞിട്ട് ഈ ഒരു രീതി കുറുക്ക് പോലെയും കുടിക്കാം. ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുവിധം ആയി കഴിയുമ്പോഴത്തേന് ഫ്ലെയിം എല്ലാം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല രീതി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഈ ഒരു പരുവാകുമ്പം നമുക്ക് ലേഹ്യമായിട്ട് വേണമെങ്കിലും കുടിക്കാവുന്നതാണ്. അല്ലാതെ അലുവാക്കി എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇനിയും നല്ല രീതി ഇളക്കി വിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസി ആവണം. കുറേ നേരം എടുക്കും. സത്യം പറഞ്ഞാൽ കൈയൊക്കെ നല്ല രീതിയിൽ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇളക്കി. ഇതിപ്പോൾ കണ്ടോ, ഒരുവിധം ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ വീണ്ടും കുറുകിയിട്ടുണ്ട്. നമ്മൾ എത്ര ആ പാനിനകത്ത് എത്രയും വെച്ചാൽ നിങ്ങൾ ആദ്യത്തെ കാണുമ്പോൾ അറിയാം. ഒരുവിധം വിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസി ആയി. നേരത്തെ ഞാൻ കോരിയിൽ നിന്നും കുറച്ചും കൂടെ കട്ടിയായില്ലേ. അങ്ങനെ നമ്മുടെ 2-2.5 മണിക്കൂറത്തെ ഇളക്കലിന് ശേഷം നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണയല്ല നെയ്യ് തടവിയിട്ട് നമുക്ക് ഇത് പ്ലേറ്റിലോട്ട് മാറ്റി തണുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. നെയ്യൊക്കെ തടവിയിടേണ്ടത് കണ്ടില്ല, നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കാം. കാരണം വെച്ചാൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ടും. നമുക്കിത് മൊത്തം ഒരു 3 പ്ലേറ്റിലേക്കും ഉണ്ടായിരുന്നു, പിന്നെ ചെറിയൊരു തട്ടത്തിലേക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തടുക്കാൻ വേണ്ടിയിട്ട് വെക്കും. ഒരു 10-15 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം അപ്പം തന്നെ എടുത്തായിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് എന്തായാലും നല്ല രീതിയിൽ തണുക്കും. പിന്നെ നമ്മൾ രാവിലെയാണ് ബാക്കിയെല്ലാം എടുത്ത് നോക്കിയത്. അന്നേരം ഇതിലേക്ക് വിട്ട് വരുന്നുണ്ടായിരുന്നു. നെയ്യൊക്കെ നല്ല രീതിയിൽ ചേർത്തത് കൊണ്ടും കാര്യങ്ങളെല്ലാം വിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞങ്ങൾ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.